വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറിച്ച് തന്നെയാണ് പറയുന്നത്. അവർ നല്ല സുഹൃത്തുക്കളാണ്. മറ്റുള്ളവർ കാണുന്ന പോലെ അവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ടു കൂട്ടരും ഫാൻസുകാരെ സമ്മതിക്കുമോ? ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുക, പാർട്ടിയെ സംരക്ഷിക്കുന്ന ആരാ? പാർട്ടി പ്രവർത്തകരാണ്, നേതാക്കന്മാരല്ല. എന്നതുപോലെ തന്നെ മോഹൻലാൽ ഫാൻസിനെ മോഹൻലാലിൻ്റെ ആൾക്കാരും മമ്മൂട്ടി ഫാൻസിനെ മമ്മൂട്ടിയുടെ ആൾക്കാരുമാണ് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനവർ ജീവൻ കൊടുത്തും സംരക്ഷിക്കുമെന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പം എന്താ കാര്യം? ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, മുമ്പത്തെ കാര്യത്തിൽ തുടങ്ങാം. ഏത് നടനായാലും നടിയായാലും അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്കാണ് പ്രാധാന്യം, അതോ തൻ്റെ എതിര് നിൽക്കുന്ന ആൾക്കാർക്കും പ്രാധാന്യം ചോദിക്കും. നായകനായി എന്ന് വിചാരിച്ചിട്ട് വില്ലന് പ്രാധാന്യം കിട്ടുന്നുണ്ടായിരിക്കും. നമ്മൾ ഷോലെ കണ്ടില്ലേ? ഷോലെ കണ്ട അഞ്ജിത്ത് ഖാൻ എന്നുള്ള പുതിയൊരു നടൻ ഇപ്പോഴും പറയുന്ന അയാളെ കുറിച്ചല്ലേ എന്നതുപോലെ തന്നെയാണ് ഈ അഭിനയത്തിൻ്റെ കാര്യത്തിൽ. അപ്പം മമ്മൂട്ടി അഭിനയിക്കുന്നതും മോഹൻലാൽ അഭിനയിക്കുന്ന സീനൊക്കെ വരുമ്പോൾ ആർക്കാണ് പ്രാധാന്യം കൂടുതൽ, മമ്മൂട്ടിക്കോ മോഹൻലാലോ? ഇതൊക്കെ എന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ചില നടന്മാർ ഈ തിരക്കഥാകൃത്തിനെ സ്വാധീനിച്ചുകൊണ്ട് ഒക്കെ വെട്ടിക്കളയാറുണ്ട്. കുറേ കാലത്തും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള നടൻ തിരക്കഥാവിനെ സാധിച്ചിട്ട് ഇപ്പം ഞാൻ അഭിനയിക്കുന്ന ആരാണ്, എൻ്റെ എതിരെക്കുന്ന ആരാണ്, അവർക്ക് പ്രാധാന്യം കുറച്ച് കൊണ്ടുവരും. ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും പറഞ്ഞും കേട്ടിട്ടുള്ളതല്ലേ. എന്നതുപോലെ തന്നെ ഇടക്കാലത്ത് വെച്ച് മമ്മൂട്ടിയും മോഹൻലാലും തനിച്ച് സഞ്ചരിച്ച് അവർ രണ്ടുപേരും അവരുടേതായ പാതകൾ വെട്ടിത്തെളിച്ച് പ്രശസ്തരായി. ഒരുമിച്ച് രണ്ടുപേരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി. പിന്നീട് എന്താ സംഭവിച്ചത്? താരങ്ങളുടെ സംഘടനയായ അമ്മ ഒരു സിനിമ നിർമ്മിച്ച് ഫണ്ടുണ്ടാക്കാൻ തീരുമാനിച്ചു. അത് കുറേ കാലം ഇങ്ങനെ നടന്നു. ഞാൻ ചെയ്യാമെന്ന് പല വമ്പന്മാരും പറഞ്ഞ വമ്പന്മാരൊക്കെ പിൻവലിഞ്ഞു പോയി. അവസാനം ദിലീപ് വേണ്ടി വന്നു. ദിലീപ് ചെയ്യാൻ പോകുന്ന ദിലീപിനെ പരിഹസിച്ചു. ദിലീപ് 1 കോടി കൂടി അഡ്വാൻസ് കൊടുത്തു. ആ പടം ഭംഗിയായിട്ട് ദിലീപ് ആയതുകൊണ്ട് ആ പടം ഭംഗിയായി പടം തീർത്തു, കാശ് കിട്ടി, സൂപ്പർ ഹിറ്റായി എന്നുള്ളതല്ല പ്രശ്നം. അവിടെ ആർക്ക് പ്രാധാന്യം കൊടുക്കും? എല്ലാ വമ്പന്മാരുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ബിജു മേനോൻ, ദിലീപ്, മുകേഷ്, അങ്ങനെ പോകുന്നു നീണ്ടുന്നില്ല, ജയറാം അടക്കം. ആർക്ക് പ്രാധാന്യം കൊടുക്കും? എല്ലാവർക്കും പ്രാധാന്യമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. ആർക്ക് പ്രാധാന്യം കുറഞ്ഞാലും മമ്മൂട്ടിക്കും മോഹൻലാലും പ്രാധാന്യം കുറയാൻ പാടുണ്ടോ? നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുള്ളതല്ലേ? 2020 കണ്ടിട്ടുള്ളതാണല്ലോ. ആ സിനിമയിലെല്ലാവരും നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യം എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഫാൻസുകാർ അത് കണ്ടു പറഞ്ഞു, മമ്മൂക്കയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. മമ്മൂട്ടി പിന്നെ ആരെയും അങ്ങനെ വിശിച്ച് പറയുക അങ്ങനെയൊന്നുമില്ല. ഒക്കെ തുല്യം തന്നെയാണ്. തുല്യമൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. അതിലുണ്ടെങ്കിൽ പോലും ചില അസ്വാരസ്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫാൻസുകാർ പറഞ്ഞു, മമ്മൂക്ക ഇനി അങ്ങനെ ചെയ്യുമ്പോൾ, ലാലേട്ടനോടൊപ്പം അഭിനയിക്കുമ്പോൾ, വേറെ ആരുടെ കൂടെ അഭിനയിക്കുമ്പോഴും പ്രാധാന്യം ഉണ്ടോ എന്ന് നോക്കാറ്. അങ്ങനെയായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ സിനിമ വരില്ലേ, പാട്രിയോട്ടിൻ്റെ സ്ഥിതി എന്താ? അതൊരു ബിഗ് ബഡ്ജറ്റ് പടമാണത്. മമ്മൂട്ടി, മോഹൻലാലുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 4 സൂപ്പർ സ്റ്റാറുകളല്ലേ ഉള്ളത്. ഇവർ 4 അഭിനയത്തിൻ്റെ കാര്യത്തിൽ മോശമില്ല. ഇവർക്ക് 4 പേർക്കും തുല്യ റോളുകളാണോ? പക്ഷേ തുടങ്ങി വെച്ചത് എങ്ങനെയാ? നിർമ്മാതാവ് ആരാ? ആൻഡ്രൂ ജോസഫ് എന്ന് പറഞ്ഞാൽ ആരാ? മമ്മൂട്ടിയുടെ മനസാക്ഷി സൂക്ഷിക്കുവാരിൽ ഒരാളാണ് ഇപ്പോൾ. അപ്പം അങ്ങനെയുള്ള ആൻഡ്രൂ ജോസഫ് സിനിമ ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ മാനസികമായ പിന്തുണ, പിന്നെ മറ്റു കാര്യങ്ങൾ, എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും, സ്വാഭാവികമാണല്ലോ. അങ്ങനെയാണ് ഈ പടം തുടങ്ങിയത്. അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്ന പടമാണ് കേട്ടോ. അങ്ങനെ തുടങ്ങി വെച്ചപ്പോഴേക്കിലാണ് മമ്മൂട്ടിക്ക് അസുഖം ബാധിച്ചത്. അസുഖബാധിതനായി മമ്മൂട്ടി ചെന്നൈയിൽ ചികിത്സയിൽ പോയി. ഇനി അഭിനയിക്കാൻ പറ്റില്ലേ? അങ്ങനൊരു കൺഫ്യൂഷൻ. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നു. മമ്മൂട്ടിക്ക് പൂർവാധികം ചില റോളുകൾ ചെയ്യാൻ പറ്റുകയില്ല എന്നൊരു തോന്നലുണ്ടായതിൻ്റെ പേരിൽ ചില സീനുകളെല്ലാം വെട്ടിക്കുറച്ചു എന്നാണ് അന്നത്തെ സിനിമയ്ക്കുള്ളിലെ വർത്തമാനങ്ങൾ പറഞ്ഞു കേട്ടത്. അപ്പോൾ ആ സീനുകളൊക്കെ എന്ത് ചെയ്തു? ആ സീനുകൾ ഫഹദ് ഫാസിലിനും കുഞ്ചാക്കോ ബോബനും വീതിച്ചു കൊടുത്തു എന്നാണ് അണിയറ സംസാരം. ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത് ഇനി സിനിമ റിലീസ് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ സിനിമയിനുള്ളിൽ ഒരു കാര്യവും പുറത്തു വിട്ടില്ല. അപ്പോൾ മമ്മൂട്ടി തിരിച്ചു വരുന്നപ്പോഴാണ് മമ്മൂട്ടിക്ക് വേണ്ടി കുറേ മാസങ്ങൾ മാറ്റിവെച്ചു. അവസാനം മമ്മൂട്ടി തിരിച്ചു വന്നു. തനിക്ക് അസുഖങ്ങളില്ല, താൻ എല്ലാ ശക്തിയും വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ ശരി?
ഈ അഭിനയം തുടങ്ങി. ആക്ഷൻ രംഗങ്ങളിൽ പോലും മമ്മൂട്ടി സജീവമായി അഭിനയിച്ചു. ഷൂട്ടിംഗ് തീർന്നു. ഇപ്പോൾ പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. പടം ഗംഭീരമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് അറിയാനിടയായ മമ്മൂട്ടി ഫാൻസ് മുഖം കറുത്തിരിക്കുകയാണ്. അവര് തങ്ങളുടെ പ്രതിഷേധം മമ്മൂട്ടിയോട് പറയുകയും ചെയ്തു. ഈ സിനിമ നല്ല സിനിമയായിരിക്കും, ഈ സിനിമയിൽ മമ്മൂട്ടിക്ക് നമുക്ക് പേരുണ്ടായിരിക്കും, പക്ഷെ ഇതിലും സ്കോർ ചെയ്തിരിക്കുന്നത് ലാലേട്ടനാണ് എന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങി. ഇത് കുറെ പ്രചരണങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് റോള് ചെറുതായാലും വലുതായാലും ഗംഭീരമായിരിക്കുക എന്നുള്ളത്. മമ്മൂട്ടി മോശമാവില്ല, മമ്മൂട്ടി കലക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഫാൻസുകാരുടെ ഈ മുറുമുറുപ്പ്, ഈ ഫാൻസുകാർ പറഞ്ഞ് ശരിയാണോ എന്ന് നമുക്ക് അറിയണ്ടേ? അതിന് നമുക്ക് ഏതാനും ദിവസം കാത്തിരിക്കാം, സിനിമ കാണാം, എന്നിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അതല്ലേ നല്ലത്?